നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്തുധീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സൽഭക്തൻ വെൽവൂ വിശ്വൈക വിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഇവിടെ സജ്ജനങ്ങൾ ആവർത്തിച്ച് സ്മരിച്ചതുപോലെ ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി അവരുടെ മധുര സ്മരണ ഗുരു ആയിരുന്നു കൊണ്ട് വളരെ ഗൗരവത്തോടെ എന്ന് പറഞ്ഞാൽ ഗൗരവമേറിയ ഗുരുസ്ഥാന പദവിയിലിരുന്നു കൊണ്ട് നമ്മളെ വാത്സല്യപൂർവം സ്നേഹപൂർവം അനുഗ്രഹിക്കണു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓരോരോ മഹാനുഭാവന്മാർ വരുമ്പോഴും അവരുടെയൊക്കെ സ്മരണയിൽ മള്ളിയൂരിൻ്റെ ഷഷ്ടിപൂർത്തി സപ്തതി മുതൽക്ക് തുടങ്ങിയ ഭാഗവത സേവ എന്ന ആ ആവർത്തിച്ച് വരുന്ന, ഇവിടെ പലതവണ പറഞ്ഞുല്ലോ, ഗംഗാ തരംഗമാല, അതേപോലെ യമുനാ തരംഗമാല, സരസ്വതീ തരംഗമാല, അതിനൊക്കെ പഴയ ശ്ലോകങ്ങൾ ഉള്ളത് ഉദ്ധരിച്ച് ഇവിടെ പറഞ്ഞത് കേട്ടു. ആ തരംഗമാലകളുടെ തരംഗങ്ങൾ നമ്മളെയൊക്കെ കാലാകാലങ്ങളായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കോരിച്ചൊരിയുന്ന ആ കാരുണ്യവർഷത്തിൻ്റെ, അമൃതവർഷത്തിൻ്റെ കുളിർമയിലാണ് നമ്മളൊക്കെ, അതിൻ്റെ മാധുര്യത്തിലാണ് നമ്മളൊക്കെ. നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഗുരുകാരുണ്യ പീയൂഷഭാവാൽ. ഗുരുകാരുണ്യ പീയൂഷാമൃതവർഷം അത് നമുക്ക് നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഓർമ്മിപ്പിച്ച കഥയിൽ അതുകൊണ്ട് നമ്മളൊരിക്കലും സ്വയം അഹങ്കരിക്കരുത്. ഗുരുനാഥന്മാരുടെയും സാക്ഷാൽ ഭഗവാന്റെയും അനുഗ്രഹാശിസ്സുകൾ ഒരു വിഘ്നവും കൂടാതെ നമ്മളിലേക്ക് ചൊരിയാൻ വിഘ്നേശ്വരൻ എപ്പോഴും തയ്യാറായിരിക്കണം. പാർവതി പരമേശ്വരന്മാരും ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളി ദേവിയും എല്ലാവരും ഒത്തുചേർന്ന് ഈ പീയൂഷ വർഷത്തിന് ഒരു കാലതാമസം ഉണ്ടാക്കില്ല. ബാക്കിയൊക്കെ കാലതാമസം വരുത്താം. നമ്മൾ പറയാറില്ലേ, എന്താ വേനൽക്കാലത്തിൻ്റെ ചൂട്, എന്നാ ഇനി മഴ പെയ്യുക,
കുംഭമാസത്തിലെ മഴ എന്ന് പറഞ്ഞിട്ട് അത് കാണാനുണ്ടല്ലോ. ഇങ്ങനെ കാലവ്യതിയാനത്തെ നമ്മൾ സ്വയം ചിലപ്പോൾ അറിയാണ്ട് ശപിക്കാറുണ്ട്. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ കാലതാമസമില്ലാതെ അനുസ്യൂതം എപ്പോഴും കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടി വിതറുന്ന കാരുണ്യ പീയൂഷ വർഷം. കൃഷ്ണാവതാരം പറഞ്ഞു തന്നെ അതുപോലെയുള്ള ഒരു പ്രകൃതി വർണ്ണനയോടെയാണ്. ഇതാ മേഘങ്ങൾ, ഇതാ ഭഗവാന്റെ ചന്ദ്രരശ്മികൾ, ഇതാ ഭഗവാന്റെ കാരുണ്യവർഷം, ഇതാ ഇടിമിന്നൽ, എല്ലാം കാരുണ്യ പീയൂഷ വർഷത്തിന് തയ്യാറാവണു. ഇതാ വവൗ വായു സുഖസ്പർശ, നല്ല കാറ്റ്, നല്ല വെളിച്ചം. ഏത് കൂരിരുട്ടിൻ്റെ അർദ്ധരാത്രി അവകാശപ്പെട്ടാലും അതിനെ കയറി മുറിക്കുന്ന സാക്ഷാൽ നിശിന്ദുരിവ ഇന്ദുരിവ പുഷ്കല, അഷ്ടമിയായിട്ടും പരിപൂർണ ചന്ദ്രനോ എന്നൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ദിവ്യാനുഭൂതി, കാലമാറ്റം. അത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ ഭഗവാൻ ഉണ്ടാക്കിത്തന്നു. ഇവിടെ വളരെ പ്രസിദ്ധമായി പറഞ്ഞ കഥകളിൽ ഇനി അനുസ്മരിക്കാനുള്ളത് അപൂർവം ചില ഭഗവാന്റെ ആലോചിച്ചുറപ്പിച്ച ലീലകളാണ്. അതിലൊന്നാണ് അമ്മയ്ക്ക് 6 കുട്ടികളെയും കൊണ്ടു കൊടുക്കുക. അമ്മ നമ്മൾ കേട്ടുല്ലോ, വളരെ പ്രസിദ്ധമായിട്ടുള്ള സമന്തപഞ്ചക തീർത്ഥക്കരയിൽ ദേവകീ വസുദേവന്മാർക്ക് കിട്ടിയ നന്ദഗോപൻ്റെയും യശോദയുടെയും ഇങ്ങനെയുള്ള ബഹുമാനം, നന്ദഗോപരെയും യശോദയും മാനിക്കാൻ സാധിച്ച സന്തോഷം, അതുകൂടെ അനുസ്മരിച്ചു. അത് കഴിഞ്ഞ് ഒട്ടും താമസമില്ല ഏകദാത്മജവും പ്രാപ്തവും കുട്ടികൾ വന്നപ്പോൾ ദേവകീ വസുദേവന്മാർ തുറന്നു പറഞ്ഞു, കൃഷ്ണ രാമ, നിങ്ങളെ അവിടെ സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച് സ്തുതിക്കണ കണ്ടപ്പോൾ, മഹർഷിമാരും സകല ആളുകളും സ്തുതിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ണിയെ ഇതുപോലെ സ്തുതിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച, പുത്രഭാവേന ബ്രഹ്മഭാവേന ച, പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃ ചിന്തയന്തൗ എന്ന് കൃഷ്ണൻ പറഞ്ഞത്, കൃഷ്ണ രാമ ഞാൻ ശരിക്കും മറന്നു, ഞങ്ങൾ ശരിക്കും മറന്നു. യശോദയുടെ മടിയിൽ നമ്മളിന്ന് രാവിലെ പറഞ്ഞു കേട്ടില്ലേ, 90 വയസ്സായിട്ടും ഭഗവാന് തൻ്റെ അമ്മയുടെ 100 ചില്ലാനം വയസ്സായിട്ടുള്ള അമ്മയുടെ മടിയിൽ കയറിയിരിക്കാൻ ഒരു മടിയുണ്ടായില്ല. പോരാ, ഉദ്ധവൻ കൊടുത്ത തയ്യാറാക്കി വേഗം കൊണ്ടുവന്ന ചോറുരുള ശ്രീകൃഷ്ണൻ്റെ നെറ്റിയിൽ വെച്ച് ആ അമ്മ യശോദ കൊടുക്കണത് ലോകത്തിലുള്ള സകല ക്യാമറാമാന്മാരും ഫോട്ടോ എടുത്തു. യശോദാനന്ദന്മാരുടെ പുത്രവാത്സല്യം നേരിട്ട് കണ്ട് അനുഗ്രഹിക്കാൻ അമ്മ മടിയിൽ വെച്ചോ, കണ്ണാനുണ്ണീമാമുണ്ണാണേ എന്ന ദിവ്യരംഗം ഉദ്ധവൻ തയ്യാറാക്കിയത് രോമാഞ്ചത്തോടെയാണ് ദേവകീ വസുദേവന്മാർ സ്മരിക്കണത്. കൃഷ്ണ ഞങ്ങൾ കണ്ടു, ഇപ്പം എന്നിട്ടും ഞങ്ങൾക്ക് കൃഷ്ണനെ യശോദയുടെ മടിയിലിരുന്ന ആ വികൃതിക്കുട്ടനായിട്ട് തന്നെ ഇപ്പോഴും കാണാൻ പറ്റണുള്ളൂ. ഈശ്വരനായിട്ട് കാണൽ വളരെ കുറവാണ്. എന്നാൽ ഇവിടെയുള്ള മഹർഷിമാരൊക്കെ കൃഷ്ണനെ ഇതേ യാഗം ചെയ്ത് പുകഴ്ത്തേണ്ടുന്ന യജ്ഞേശ്വരൻ, യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നു. ഞങ്ങൾക്കിതുപോലെ സ്തുതിക്കാൻ അന്ന് അവസരം കിട്ടിയിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. ഞാനും ദേവകിയും കൃഷ്ണനെ ഒന്ന് ഈശ്വരനായി കണ്ട് സ്തുതിച്ചോട്ടെ, ഭഗവാന്റെ അനുവാദം വേണം. ഭഗവാൻ നിന്നു കൊടുത്തു. ഏട്ടാ ഇപ്പം എന്താ ചെയ്യുക? അച്ഛനമ്മമാർ കുട്ടികളെ ഈശ്വരനായിട്ട് കണ്ട് സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതേ ഏട്ടാ, മക്കൾ 8ഉം 10ഉം 100ഉം ഒന്നുമല്ല, 16,108 × 10 കുട്ടികൾ മിനിമം ശ്രീകൃഷ്ണനുണ്ട്. അവരുടെ മക്കളും ആകുമ്പോഴേക്കും എന്താവും? അപ്പോൾ സ്വന്തം കുട്ടികളിൽ പോലും ഈശ്വരനെ കാണണം. കൃഷ്ണൻ എത്ര കുട്ടികളുണ്ട്?
കൃഷ്ണനെ അവരെ ഈശ്വരന്മാരായിട്ട് കരുതിയിട്ടുണ്ടോ എന്ന് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് ചോദിക്കാവൂ. അല്ലേ ഏട്ടാ? അച്ഛാ അമ്മേ, സന്തോഷമായി. ഞങ്ങൾക്ക് ഈശ്വര വിചാരം സർവത്തിലും ഉണ്ടാവണില്ല എന്ന ബോധം ഞങ്ങൾക്കുണ്ടാക്കി തന്നു. ഇപ്പം അച്ഛനും അമ്മയും മക്കളിൽ ഈശ്വരനെ കാണണം എന്ന് ഉപദേശിച്ചപ്പോൾ ഞങ്ങളങ്ങനെ ആയിക്കോളാം. ഏട്ടാ നമസ്കരിക്കുക. അച്ഛനെയും അമ്മയും വീട് നമസ്കരിച്ചപ്പോഴേക്കും ശ്രീശുഖൻ ഫോട്ടോ എടുത്ത് നമ്മളോട് പറയാ, മോഹിതാവംഗമാരോപ്യ. കൃഷ്ണ, ഞങ്ങളുടെ മടിയിലും യശോദയുടെയും നന്ദഗോപുരയൊക്കെ മടിയിലിരുന്നത് പോലെ ഒന്നിരിക്കൂ. മോഹിതാവംഗമാരോപ്യ പരിഷ്വയാവതുർമുദം. ശ്രീശുഖൻ പറയണു, എന്താ ഭഗവാന്റെ ഒരേ സൂത്രം. ജന്മസമയത്ത് പറഞ്ഞതാണ് യുവാമ്മ പുത്രഭാവേന ബ്രഹ്മഭാവേന ചാന്ന്. അപ്പോൾ ബ്രഹ്മഭാവന എപ്പോഴും വന്നാൽ അത് ലീലകൾക്ക് തടസ്സമാവും. അപ്പോൾ പുത്രഭാവം തന്നെയാണ് നല്ലത്. അപ്പോൾ അതിന് ഇതേവരെ സമയം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴും ഈശ്വരനാണെന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോഴും പുത്രഭാവന കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു, താലോലിച്ചു ഭഗവാൻ. അല്ലാണ്ട് എന്താ പറയുക? ദേവകി പറയുക, കൃഷ്ണ ഒരു മോഹം കൂടിയുണ്ട്, നിങ്ങളോട് കുട്ടികളെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയൂ? നിങ്ങൾ പണ്ട് മരിച്ചുപോയ കുട്ടികളെ ഗുരുനാഥന് കൊടുക്കുകയുണ്ടായില്ലേ? ആ ഉവ്വ, ഗുരുനാഥൻ്റെ ഉണ്ണിയെ അന്തകൻ്റെ ലോകത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം മുതൽ ഞങ്ങൾ വിചാരിക്കരുതാ, ഞങ്ങളുടെ 6 കുട്ടികളെ നിങ്ങളുടെ ഏട്ടന്മാരെ നിങ്ങളുടെ അമ്മാമൻ കംസൻ കൊന്നില്ലേ, അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് മോഹം. അച്ഛൻ്റെ അമ്മയുടെയും വയസ്സായപ്പോഴത്തെ ഒരു മോഹമെന്ന് വിചാരിച്ചോളൂ കൃഷ്ണ. ഏട്ടാ നന്നായി. എന്നാ അമ്മയെ ഞങ്ങൾ അനീതിക്കുട്ടിയെ കൂടി വിളിക്കട്ടെ. ഭദ്രേ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ യോഗമായാമുപാശ്രിത. ഭാഗവതത്തിൽ 2-3 സ്ഥലത്ത് പ്രത്യേകം പറയുന്നുണ്ട് യോഗമായാം ഉപാശ്രിത. അത് ഈശ്വരഭാവത്തിൽ വരുമ്പോൾ രാസലീലയ്ക്ക് ഭഗവാന പിതാരാത്രീ ശരദോൽഫുല്ലമല്ലികാ വീക്ഷ്യ രന്തും മനശ്ചക്രേ. കുറെ കുത്തിട്ടിട്ട് വേദവ്യാസം പറയണു, പരീക്ഷിത്തെ യോഗമായാം ഉപാശ്രിത. യോഗമായേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭഗവാൻ രാസലീലയ്ക്ക് ഒരുങ്ങിയത്. എന്താ അത്? അങ്കനാം അങ്കനാം അന്തരാ മാധവോ മാധവം മാധവൻ ചാന്തരേണ അങ്കന. ഓരോ കൃഷ്ണൻ ഓരോ ഗോപി, ഓരോ ഗോപി ഓരോ കൃഷ്ണൻ ആയിട്ട് നിൽക്കണമെങ്കിൽ യോഗമായ അനീതിക്കുട്ടിയുടെ സഹായം വേണം എന്നാണ് ഭഗവാൻ അഭിനയിക്കുന്നത്. അനീതിക്കുട്ടി ഭഗവാന്റെ PA എന്ന് പറയാറുണ്ട് ജഗദംബികയ്ക്ക്. ലോകം സൃഷ്ടിസ്ഥിതി സംഹാര ലക്ഷണങ്ങൾ നടത്തുന്നത് ഭഗവാനാണെങ്കിലും ഭഗവാന്റെ PA ആയ ജഗദംബികയാണ് അതൊക്കെ ഒഫീഷ്യലായിട്ടൊക്കെ കൃത്യമായിട്ട് ഒരാളുടെ ഫയലിലും ഒരു കുഴപ്പവും വരാതെ ഒരു വെട്ടുത്തിരുത്തും വരാതെ കൊണ്ടു നടക്കാൻ ഏർപ്പാട് ചെയ്യുന്നത്. ആ ഓഫീസിൽ ലേഡീസ് നല്ല എന്താ പറയുക ഹെഡായിട്ടിരിക്കണം, എന്നാൽ ഓഫീസ് നന്നാവും എന്ന് ഇന്നും ആളുകൾ പറയാറുണ്ട്. പക്ഷേ യോഗമായെ പോലെ ഭഗവതിയെ പോലെയുള്ള ആളാവണം ഭഗവാന്റെ PA. അപ്പോൾ ഭഗവാൻ ഓഫീസ് കാര്യം നടത്താൻ ഭഗവതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഭഗവതിയെ വിളിച്ചുകൊണ്ടാണ് ഏട്ടൻ്റെ കയ്യും വിളിച്ചതാ പരീക്ഷിത്തെ വേഗം പുറപ്പെട്ടത്. എങ്ങടെ? യോഗമായ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. അമ്മയുടെ 6 കുട്ടികളും ഇപ്പോൾ എവിടെയാണ് അനീതിക്കുട്ടി? അത് സുതലത്തിലുണ്ട് മഹാബലിയുടെ ലോകത്തിൽ. നാ അങ്ങോട്ട് വണ്ടി വിടുക. സുതല ലോകത്ത് ചെന്നു മഹാബലി ഒരു മുന്നറിയിപ്പില്ലാണ്ട് അന്നത്തെ വാമനമൂർത്തി ഇന്ന് ഏട്ടനും അനീതിയും കൂടി ആയിട്ട് തൻ്റെ മുമ്പിൽ വരുന്ന അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഭാഗവതത്തിൽ അപൂർവ രംഗങ്ങളാണ്. മഹാബലിയുടെ ലോകത്തിലേക്ക് ഏട്ടനും അനീതിയും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്നത്. മഹാബലിയുടെ അതിഗംഭീരമായ സ്തുതി. വാമനാവതാരത്തിൽ വന്നപ്പോൾ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തയ്യാർ, മാറി 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 ഇഷ്ടം പോലെ ചോദിക്കൂ എന്നൊന്നും ഇന്നത്തെ മഹാബലി പറഞ്ഞില്ല, പറയൂല. അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞത്? അവിടുന്ന് കൽപ്പിച്ചാൽ എന്താണാവോ അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്യാൻ അടിയൻ തയ്യാറാണ് എന്ന് വളരെ വിനയത്തോടെ മാത്രം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അറിയിച്ചു. അപ്പോൾ ഭഗവാൻ അനീതിക്കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, മഹാബലേ, ഇവിടെ അങ്ങയുടെ അസുരക്കുട്ടികളായിട്ട് സ്മരോത്ഗീത പരിഷംഗ പതംഗ ക്ഷുദ്രഘൃണി
ഒരു 6 അസുര കുട്ടികളുണ്ട് പല ഇടങ്ങളിലായിട്ട്. അവരെയൊക്കെ ഈ എൻ്റെ അനീതി പറയണ പോലെ, യോഗമായ പറയണത് പോലെ അങ്ങ് കൊണ്ടുവരണം. അവർക്ക് പുതിയ ഫോട്ടോവും പാസ്പോർട്ടും ഒക്കെ കയ്യിലാക്കി വെച്ച് നിൽക്കുകയാണ് ഓഫീസർ, പാസ്പോർട്ട് ഓഫീസറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ദേവി. അതുകൊണ്ട് കുട്ടികളെ 6 പേരെയും വിളിച്ചുകൊണ്ട് വരൂ. ഭഗവാൻ പേര് കൊടുത്തു. അവർക്ക് മറ്റൊരു പേര് കഴിഞ്ഞ ജന്മത്തിലെന്തായിരുന്നു? കീർത്തിവന്തം സുഷേണം ച ഭദ്രസേനം ഉദാരധീർജും സമ്മർദ്ദനം ഭദ്രം സംഘർഷണ മഹീശ്വരം. ബലരാമനും ശ്രീകൃഷ്ണനും ഉൾപ്പെടെ 8 പേര്. അപ്പോൾ അവരെ മാറ്റി നിർത്തിയാൽ ബാക്കി 6 പേര് എന്നർത്ഥം. ആ 6 പേരാണ് അന്നത്തെ പേരുകൾ മാറി ഇപ്പം അസുരക്കുട്ടികളായിട്ട് ജനിച്ചിരിക്കുന്നു. സ്മരോദ്ഗീത പരിഷംഗ പതംഗ ക്ഷുദ്രവൃഗ്രണി ഷടിമേ. ഈ 6 പേരും മഹാബലി ആ 6 പേരുള്ള ആളുകളെ ഐഡൻറ്റിഫിക്കേഷൻ ഫോട്ടോ കാർഡ് സഹിതം ഭഗവതിയുടെ മുമ്പിലെത്തിച്ചു. ഭഗവതി അവിടെയുള്ള ഫോട്ടോ കടലാസും പാസ്പോർട്ടും ഒക്കെ കീറിക്കളഞ്ഞ് തൻ്റേതായ എല്ലാം അവിടെ ഒട്ടിച്ചു. പാസ്പോർട്ട് ശരിയാക്കി. ഇപ്പം പാസ്പോർട്ട് ഓഫീസറായിട്ടാണ് ദേവി. മഹാബലിയോടെ പറഞ്ഞു, വളരെ നന്നായി, എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. മഹാബലി പറഞ്ഞു, ശരി, അടിയനെ അനുഗ്രഹിക്കാൻ. അവിടുന്ന് മായാദേവിയോടുകൂടെ യോഗമായോടുകൂടെ വന്നതിലുള്ള സന്തോഷം പ്രത്യേകം അവിടുത്തെ അറിയിക്കുന്നു. ഭഗവാൻ വേഗം ഈ 6 കുട്ടികളെയും കുട്ടിയെ അനീത്തിയോടൊപ്പം തിരിച്ച് അമ്മയുടെ അടുത്ത് വന്നു. അമ്മയെ ദൂരത്തുനിന്ന് തന്നെ വിളിച്ചു. ഞാനും ഏട്ടനും അനീത്തിക്കുട്ടിയും പോരാ, എൻ്റെ ഏട്ടന്മാരായിട്ടുള്ളവർ ഇപ്പോൾ അമ്മയുടെ വടിയിലിരുന്ന് മുല കുടിക്കാൻ പാകത്തിന് വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു രംഗം ലോകത്ത് എവിടെയുണ്ടാവുക? എന്താ, ഏട്ടന്മാരും അടിയിലിരുന്ന് മുല കുടിക്കുമ്പോൾ അനിയന്മാരെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. അത് ഭഗവാന്റെ ലീലയിൽ മാത്രമേ. കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭസ്യമാനം. ഇത്തരത്തിലുള്ള തോന്നലുകൾ, ചിത്രങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് കാണിച്ചു തന്നു. അമ്മ 6 കുട്ടികളെ എടുത്ത് മടിയിൽ വെച്ച് മാറി മാറി മുല കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഏട്ടൻ്റെ ചെവിയിലെന്തോ ഒന്ന് മന്ത്രിച്ചു. ഭഗവതി കേട്ടു, മനസ്സിലാക്കി തലകുലുക്കി. സാക്ഷാൽ പാർവതീദേവി സുബ്രഹ്മണ്യസ്വാമി വന്ന് അമ്മിഞ്ഞ കുടിക്കുമ്പോൾ ഇതുപോലെ രോമാഞ്ചം കൊള്ളാറുണ്ട് എന്നാണത്രേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞത്. എന്താ അത്? സുബ്രഹ്മണ്യസ്വാമിക്ക് 6 മുഖ അല്ലേ? അപ്പോൾ ആ 6 മുഖങ്ങളുള്ള സുബ്രഹ്മണ്യസ്വാമി അറുമുഖൻ എന്ന് നമ്മൾ പേര് പറയാറുണ്ട്. അവിടുന്ന് വന്ന് അമ്മിഞ്ഞ കുടിക്കുമ്പോൾ പാർവതിക്കുണ്ടാകുന്ന ഒരു അത്യാനന്ദം സാക്ഷാൽ കാളിദാസൻ കുമാര സംഭവം എന്നുള്ളതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആറണിഞ്ഞിടുന്ന തമ്പുരാനും മഞ്ഞുപാറയാം കുന്നിൻ തിരുമകനും നീറിനാ തീയിനുമാറിനും ദേവകളാറിനും ഒറ്റത്തിരുമകനെ. അതാണ് ഷൺമുഖൻ സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യം വന്ന് മറിയിലെന്നും അമ്മിഞ്ഞ കുടിക്കുമ്പോൾ അമ്മയായ പാർവതിക്കുണ്ടാവുന്ന ആ പരമാനന്ദം ഇന്ന് ദേവകിക്കും 6 പേരൊപ്പം തിക്കിത്തിരക്കി വന്ന് അമ്മിഞ്ഞ കുടിക്കുമ്പോൾ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ കുട്ടികളെ എണീറ്റ് വന്ന് ഏട്ടനെ മാരെന്ന് പറയാൻ പറ്റുമോ? ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമേട്ടനെയും ഭഗവതിയെയും അമ്മയെയും അച്ഛനെയും വീണ് നമസ്കരിച്ച് വൈകുണ്ഠവേഷധാരികളായി ഭഗവാന്റെ അതേ അദ്ഭുതം ബാലകമമ്പുരേക്ഷണം ചതുർഭുജം വിമാനത്തിൽ കയറിപ്പോയി. ദേവകി കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. കോരിത്തരിച്ചുകൊണ്ട് ചോദിക്കുക, രാമ കൃഷ്ണ ഭദ്രേ, കുട്ടിയോടെ യോഗമായോടെ ഇതൊക്കെ ശരി തന്നെയാണോ? അതെ, ശരിയാണ് അമ്മേ. അങ്ങനെ അമ്മയ്ക്ക് അപൂർവമായ അനുഭൂതി പരീക്ഷിത്തെ രാമകൃഷ്ണന്മാർ അന്ന് ഉണ്ടാക്കിക്കൊടുത്തു. ഇനി അധികം കഥകൾ ഇതുപോലെ ഭഗവാന്റെ മാഹാത്മ്യം, മായാലീലകൾ വർണ്ണിക്കാനില്ലാത്തത് കൊണ്ട് സാക്ഷാൽ വളരെ പ്രസിദ്ധമാണല്ലോ. നാളെ കേൾക്കാം, നമുക്ക് വായിക്കാൻ കിട്ടും. ശ്രുതിഗീത എന്നൊരധ്യായം. അത് ശ്രീശുകൻ പരീക്ഷത്തിനെ പാടിക്കേൾപ്പിച്ചു. വേദങ്ങൾ ഭഗവാനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വേദങ്ങളുടെ സ്തുതിയാണ് ശ്രുതിഗീത എന്ന പേരിൽ ഇവിടെ പറയണത്.
ഈ ശ്രുതിഗീതയുടെ മാഹാത്മ്യം പ്രഥമസ്കന്ധത്തിൽ ദ്വാരകയിൽ നിന്ന് ഭഗവാൻ പോകുമ്പോഴും ദ്വാരകയിലേക്ക് ഭഗവാൻ സാക്ഷാൽ പാണ്ഡവന്മാരുടെ അടുത്ത് നിന്ന് വരുമ്പോഴും അവിടെയുള്ള സ്ത്രീകളുടെ പാട്ടിൽ ശ്രുതിഗീതയുടെ മാഹാത്മ്യം ഒതുങ്ങിയിട്ടുണ്ട് എന്ന് ശൗനകാദികളോട് സൂതം പറയണത് നമ്മൾ അനുസ്മരിച്ചതാണ്. ഇവിടെ ഭഗവാന്റെ ശ്രുതിഗീത വർണ്ണിക്കുന്നതോടൊപ്പം വേറൊരു കഥയും കൂടി കേൾക്കണമെന്ന് പറയുണ്ടായി പരീക്ഷിത്ത്. അതെന്താ? ഇപ്പം നമ്മൾ കേട്ടില്ലേ അർജുനൻ്റെ യോഗ്യത. യോഗ്യനായ അർജുനൻ്റെ യോഗ്യതയിൽ ഭഗവാന് അർജുനൻ തീച്ചാടി ചത്തോട്ടെ എന്ന് തോന്നാൻ തരുന്നതിന് തനി ലൗകികരായ നമ്മളൊരു കാരണം പറയാറുണ്ട്. തീച്ചാടി ചത്താലേ എൻ്റെ അനീതിക്ക് ആരും ഇല്ലാണ്ടാവൂടോ, അനീതിയുടെ കഴുത്തിലെ ചരട് പൊട്ടും, അത് ഞാൻ സമ്മതിക്കുമോ? താൻ തീച്ചാടാൻ ഞാൻ സമ്മതിക്കില്ല. അത് പരീക്ഷത്തിലറിയാം. സുഭദ്രാ ച മഹാഭാഗ തവരാജൻ പിതാമഹി എന്നിടയ്ക്കിടയ്ക്ക് ശ്രീശുവൻ ഓർമ്മിപ്പിക്കാറുണ്ട്. ശ്രീകൃഷ്ണനുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം പരീക്ഷത്തെ അങ്ങയുടെ സുഭദ്ര മുത്തശ്ശമ്മിയാണ്. അർജുനൻ മുത്തച്ഛനും സുഭദ്ര മുത്തശ്ശമ്മിക്കും കൂടി ഉണ്ടായ അങ്ങയുടെ അച്ഛൻ അഭിമന്യു യുദ്ധത്തിൽ മരിച്ചുപോയി അങ്ങ് ഗർഭത്തിലുള്ളപ്പോൾ തന്നെ, അല്ലേ? അത് ഓർമ്മ വേണമെന്ന് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിത്തും അത് പറയാറുണ്ട്. ഇപ്പോൾ പരീക്ഷിത്ത് ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ, ബ്രഹ്മൻ വേദിതുമിച്ഛാമസ്വ സാരം രാമകൃഷ്ണയോ യഥോപയേമേ വിജയോയാ മമാസിയിൽ പിതാമഹി. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാറില്ലേ എൻ്റെ സുഭദ്ര മുത്തശ്ശമ്മയെക്കുറിച്ച്? അതുകൊണ്ട് അവിടുന്ന് സുഭദ്ര മുത്തശ്ശമ്മയെ അർജുന മുത്തച്ഛൻ വിവാഹം കഴിച്ച് എൻ്റെ അച്ഛൻ അഭിമന്യു ഉണ്ടാവാനുണ്ടായതുവരെയുള്ള കഥകൾ ഒന്ന് പറയണം. എത്ര തിരക്കിൽ പോവുകയാണെങ്കിൽ സപ്താഹമാണ്, 7 ദിവസമാണ്, 6-ാം ദിവസമാണ് ഈ കഥാധ്യായം വരിക. അപ്പം നാളെ എന്ന് പറഞ്ഞ പോലെ 7-ാം ദിവസം പരീക്ഷത്തിന് മുക്തി ഉറപ്പാണ്. മുക്തി കൊടുക്കാനുള്ള ആൾ തക്ഷകനും കൂടി അവിടെ വായനയേക്കാൻ വന്നിരിക്കുന്നുണ്ട്. സപ്താഹം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനാണ് മുൻകൂട്ടി തന്നെ വായന കേട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് തക്ഷകൻ വന്നിരിക്കുന്നത്. കാളിയമർദ്ദനം കഥയൊക്കെ തക്ഷകൻ തല കുലുക്കിയിരുന്ന് കേട്ടതാണ്. അപ്പോൾ അത് ഓർമ്മയുള്ള പരീക്ഷിച്ച് പറഞ്ഞു, സുഭദ്ര മുത്തശ്ശമ്മയെ അർജുന മുത്തശ്ശൻ കല്യാണം കഴിച്ച കഥ പറഞ്ഞു കേൾക്കണമെന്ന്. ശ്രീശുഖൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ? പാഞ്ചാലി കല്യാണം കഴിഞ്ഞിട്ട് അർജുനന് പാഞ്ചാലിയെ കാണാൻ കിട്ടണമില്ല. 3-ാം ഊഴം, 1-ാം ഊഴം ധർമ്മപുത്രൻ, 2-ാം ഊഴം ഭീമസേനൻ, അർജുനൻ വെറും 3-ാം ഊഴക്കാരനാണ് പാഞ്ചാലിയുടെ അടുത്ത്. അപ്പോൾ ആ വിഷമം കൊണ്ട് അദ്ദേഹം അവിടുന്ന് പോന്നു. താടിയും തലേ നീട്ടിയൊരു സന്യാസിയുടെ വേഷത്തിൽ ദ്വാരകയിലെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. ഇത് ബലരാമൻ കേട്ടു. ദ്വാരകയിലെ ആലിൻ്റെ ചോട്ടിൽ ഒരു സന്യാസി വന്നിരിക്കുന്നുണ്ട്, കറുത്ത് തല താടി. ആൾ പറയണു മഹാകേമനാണ്, അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, വായുവിൽ നിന്ന് അതൊക്കെ എടുത്ത് ഭക്തന്മാർക്ക് പലതും കൊടുക്കുന്നുണ്ട്. കൃഷ്ണ, ഇങ്ങനെ കേൾക്കാണ്ടുള്ള ഒരു സന്യാസിയെ പറ്റി നമുക്കൊന്ന് കാണാൻ പോകണ്ടേ? ഏട്ടൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഏട്ടൻ പോയാൽ മതി. എനിക്ക് ഇവരോടൊക്കെ എന്താ പറയുക, ഒരു ബഹുമാനം തോന്നാറില്ല. ഭഗവാൻ കേട്ടപ്പോഴേ മനസ്സിലായി അത് ആളാരാണെന്ന്. പറ്റില്ല, ഞാൻ തന്നെ പോവില്ല, താനും വരണം. കൃഷ്ണനെയും കൂട്ടി പാവം ബലരാമൻ സന്യാസിയെ കാണാൻ ചെന്നു. അല്ല കൃഷ്ണ, ഞാൻ ഒന്നാ വിചാരിച്ചേ, സന്യാസിയുടെ അവിടെ തിക്കും തിരക്കുമാണ്, നമുക്ക് പോയി കാണാൻ സ്ഥലം ഉണ്ടാവും. എന്തായാലും ഇയാളെ നമുക്ക് വിളിച്ച് ദ്വാരകയെ കൊണ്ടുപോകാം. അയാൾ ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് നമുക്കല്ലേ എൻ്റെ മോശം. പിന്നെ എൻ്റെ അനീതിയെ ഞാൻ ദുര്യോധനന് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അത് കൃഷ്ണനോട് ഞാൻ പറഞ്ഞു. ഇല്ലേ, ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് അതിനോടൊട്ടും ഇഷ്ടം തോന്നണില്ല. ഏട്ടൻ ദുര്യോധനാ കൊടുക്കണമെന്ന് വെച്ചാൽ അവൾക്കും അത് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിശ്ചയിച്ചതാ, എൻ്റെ ശിഷ്യൻ ദുര്യോധന എൻ്റെ അനീതിയെ കൊടുക്കണം. ഞാനതിനെ എതിരൊന്നും പറയണില്ല. ഇപ്പം അർജുനനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സന്യാസിയായിട്ടിരിക്കണത് അർജുനാണെന്നറിയാം, അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ബലരാമൻ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ചിലതൊക്കെ മനസ്സുകൊണ്ട് കരുതിയിട്ടുണ്ട്. ചെന്നു, കണ്ടു, തിക്കും തിരക്കുമല്ലേ. രാമകൃഷ്ണന്മാരെ അടുത്തേക്ക് എത്തിച്ചു. അവിടെയുള്ള കമ്മിറ്റിക്കാരും ബഹളക്കാരും ഉണ്ട്. സന്യാസിയുടെ ആൾ ഞാൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പാടെ ബലരാമനെ എടുത്തുകൊണ്ട് വന്നിരുത്തി. ശ്രീകൃഷ്ണൻ, ബലരാമൻ നമസ്കരിച്ചു, കൃഷ്ണനോട് നമസ്കരിക്കാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ നമസ്കരിച്ചു.
ഭഗവാൻ എന്താ ഏട്ടം നമസ്കരിച്ച് പറ്റിയിട്ടതെന്നോ അർജുനനെ മനസ്സിലായപ്പോൾ കഷ്ടൻ്റെ അർജുന. പൂന്താരം പറയുന്നുണ്ട്, കള്ളനെ കള ഉള്ളതറിയാവൂ ഉള്ളുകൊണ്ടു ചിരിച്ചാരിരുവരും. നീ എന്തിനാണോ ഈ കള്ളവേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അർജുനൻ്റെ ഭാവം എന്താ? എല്ലാവരും കൂടി എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക, എനിക്ക് ഇവിടുന്ന് പോകാനും നിവൃത്തിയില്ലാത്ത മട്ട്. അപ്പോഴാണ് ബലരാമൻ വന്ന് സന്യാസിയുടെ വേഷവും വർത്തമാനം പറഞ്ഞപ്പോൾ ഒക്കെയും ഇഷ്ടപ്പെട്ട്, കൃഷ്ണ നമുക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകണം, അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചുകൊണ്ട് ഒരു യതിപൂജ അവളെ കൊണ്ട് നടത്തിക്കണം. ഭഗവാന് സന്തോഷമായി. ശരി, ഏട്ടൻ തന്നെ എഴുന്നള്ളിച്ചോളൂ, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ഭഗവാൻ പോയി. ബലരാമൻ ശംഖനാദൊക്കെ മുഴക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്ത് വെറും പദയാത്രയായിട്ട് മെതിയടിയും കൂടി എടുക്കാതെ സന്യാസിയുടെ പിന്നാലെ കൊട്ടും മേളവും വാദ്യമായിട്ട് എഴുന്നള്ളിച്ച് ദ്വാരകയിലേക്ക് സുഭദ്രയോട് നിർബന്ധമായിട്ട് പറഞ്ഞു, യതിപൂജ നടത്തണം. ദേവകി വസുദേവന്മാർ എല്ലാവരും വന്നു. ഏതാ ഈ സന്യാസി? ഒരാൾക്ക് അങ്ങോട്ട് മനസ്സിലാവണല്ലോ അർജുനെ. ഭഗവാന് മാത്രമേ അറിയുള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? തോഴിമാർ പറഞ്ഞു സുഭദ്രയോട്, നിൻ്റെ സന്യാസി, നിനക്ക് പൂജിക്കാൻ ഏട്ടം കൊണ്ടുവന്നാക്കിയ സന്യാസി ചില സമയത്ത് എന്താ നിന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഏട്ടന്മാരോ ദേവകി വസുദേവന്മാരോ ഇല്ലാത്തപ്പോൾ നീയാണ് വിളമ്പിക്കൊടുക്കുക. നീ വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് 3-4 മണിക്കൂറായാലും സന്യാസിയുടെ ശാപ്പാട് കഴിയില്ല. തോഴിമാർക്ക് പറയാലോ സുഭദ്രയോട്. നേരെ കുറിച്ച് ശ്രീകൃഷ്ണനോ ബലരാമനോ ദേവകിയോ വസുദേവനോ സന്യാസിക്ക് വിളമ്പിക്കൊടുക്കാനുണ്ടെങ്കിൽ ഒക്കെ 1 മിനിറ്റ് കൊണ്ട് കഴിച്ചു എന്ന് വരുത്തി അയാൾ ഓം എന്ന് പറഞ്ഞിരിക്കും. തോഴിമാർ കളിയാക്കണം. ഒരു ദിവസം ആരുമില്ലാത്തപ്പോൾ സുഭദ്ര ധൈര്യം അവലംബിച്ച് സന്യാസിയോട് ചോദിച്ചു. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമാവുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ പാണ്ഡവന്മാരുടെയൊക്കെ വർത്തമാനം എന്ന് ഇവിടുത്തേക്ക് അറിയോ? കുന്തിദേവിയെക്കുറിച്ചും. അപ്പോൾ സമയം കിട്ടിയതല്ലേ, അർജുനൻ തുറന്നടിച്ചു. കുന്തിദേവിക്കും പാണ്ഡവന്മാർക്കൊന്നും കുഴപ്പമൊന്നുമില്ലെങ്കിലും അതിൽ അർജുനൻ മാത്രം ആകെ പറ്റി കുഴപ്പത്തിലാന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ സൂചന ചോദിച്ചു, അയ്യോ ഏട്ടൻ്റെ വലിയ കൂട്ടുകാരനാണ് അർജുനൻ, അദ്ദേഹത്തിന് എന്താ പറ്റിയത്? അപ്പോൾ സുഭദ്രാധനം ചെയ്യുന്നുള്ള നാടകത്തിൽ പറയണു, സന്യാസമേത്യ കപടാത് ഇഹ വൃഷ്ണിപുര്യാമാസ്തേ മുകുന്ദ സഹജ പരിരംഭകാംക്ഷി. എന്താ സന്യാസി ആകെ ഒരു ദുർഘടത്തിൽപ്പെട്ട് ഇവിടെ അർജുനൻ്റെ കാര്യമാണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സന്യാസി വേഷത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ സുഭദ്രയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് മോഹിച്ചിങ്ങനെ കഴിയണുണ്ടെന്ന്. തല താത്തി സുഭദ്ര ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയതാ. പിന്നെ സുഭദ്രയ്ക്കുമില്ല, ഊണുമില്ല, ഒന്നുമില്ല, പട്ടിണി കിടക്കുക. ഇവിടെ അർജുനൻ പട്ടിണി, അയാൾക്ക് ഒന്നും കഴിച്ചാറങ്ങാണ്ടായി. സുഭദ്ര കാണാനും വരില്ല. ഭഗവാൻ പറഞ്ഞു ദേവകി വസുദേവന്മാരോട് ഉള്ള കാര്യം, ഇവിടെ 2 സംസ്കാരം ഉടനെ നടക്കും. ഒന്ന് സുഭദ്രയുടെ, ഒന്ന് ഈ സന്യാസിയുടെ. 2 ഒന്നും കഴിക്കാണ്ട് പട്ടിണി കിടക്കുകയാണ്. അവസാനം എന്താ ഇതിനൊരു പരിഹാരം? ഉള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇത് കള്ള സന്യാസിയാണ്, അർജുനനാണ്. സുഭദ്രയും സന്യാസിയും കൂടി കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എല്ലാത്തിനും പരിഹാരമാവും. യോ, രാമനറിഞ്ഞാൽ ഇയാളെ തല്ലിക്കൊല്ലും, സംശയമൊന്നുമില്ല. ഏട്ടനറിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ? ഏട്ടനറിയാതെ 2 കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഭഗവാൻ ദേവേന്ദ്രനെ മാത്രം വിവരറിയിച്ചു. ദേവേന്ദ്രൻ വന്ന് തൻ്റെ മകൻ്റെ കല്യാണമല്ലേ ഒക്കെ കഴിപ്പിച്ച് അദ്ദേഹം മിണ്ടാണ്ട് പോയി. ഇവിടെയോ ആ ബലരാമൻ ഇതങ്ങോട്ട് അറിഞ്ഞ് സുഭദ്ര തേര് തെളിച്ച് പുറപ്പെട്ടപ്പോൾ സന്യാസി വണ്ടിയൊന്ന് നിർത്തൂ, ഞാൻ അവിടെ ആ മരത്തുമ്മലൊന്ന് കയറട്ടെ. എന്താ സന്യാസിക്ക് മരത്തുമ്മ? അവിടെയാണ് എൻ്റെ ആയുധം വെച്ചത്, അമ്പും വില്ലും ഒക്കെ. സുഭദ്ര തേര് തെളിച്ച് മരത്തിൻ്റെ ഒട്ടിൽ കൊണ്ട് നിർത്തി. സന്യാസി മരത്തുമ്മ കയറി അവിടെ വെച്ച അമ്പും വില്ലും ഒക്കെ എടുത്ത് തേര് തെളിച്ചോളാൻ പറഞ്ഞു. സുഭദ്ര ഇങ്ങനെ തേര് തെളിക്കുക. യുദ്ധത്തിന് വന്ന സകല യാദവന്മാരെയും സൈന്യങ്ങളെ മുഴുവനും കൊല്ലാതെ, മുറിവേൽപ്പിക്കാതെ, ചോര വരുത്താതെ വസ്ത്രാദികളൊക്കെ എടുത്ത് മോഹാലസ്യപ്പെടുത്തി മോഹനാസ്ത്രം അയച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ സുഭദ്രയ്ക്കത് നല്ല അഭിമാനമായി. എന്താ അത്? ദ്വാരകയിലെ സകല സൈന്യങ്ങളെയും ജയിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവ് പോണു എന്നുള്ള നിലയ്ക്കാണ് സുഭദ്ര തേര് തെളിച്ച് പോണത്.
തേരോടിക്ക കടക്കൺമുന കനവനിലർപ്പിച്ചതേയുള്ളൂ. അതാണ് VKGയുടെ ശ്ലോകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. എന്ത്? കമനിയുടെ കടക്കണ്ണു ഗീതയ്ക്കുമീതേ. അർജുനൻ പണ്ട് അല്ലേ കുരുപാണ്ഡവ യുദ്ധത്തിൽ അർജുനൻ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ ഭഗവാന് ഗീത ഉപദേശിക്കേണ്ടി വന്നു. അയ്യോ അർജുന, അമ്പും വില്ലും എടുക്കൂ, നീ ഇങ്ങനെ മോഹാലസ്യപ്പെടരുതേ. ഗീതോപദേശം കേമായി. എന്നാൽ ഇവിടെ ഒരു ഗീതോപദേശം ഉണ്ടായില്ല. തേര് തെളിക്കണ സുഭദ്ര ഇടയ്ക്കൊന്നും ഇങ്ങനെ അർജുനനെ നോക്കും. മതി. കമനിയുടെ കടക്കണ്ണു ഗീതയ്ക്കുമീതെ. ഗീതോപദേശത്തേക്കാൾ വലുതായി തൻ്റെ സുഭദ്ര തന്നെ കിടക്കണ്ണുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പിന്നാക്കം നോക്കി പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്നാണ്. എന്തായാലും അർജുനൻ സുഭദ്രൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ബലരാമൻ യുദ്ധത്തിന് വന്നപ്പോൾ സകല സൈന്യങ്ങളും തോറ്റോടിയിരിക്കുന്നു. അമ്പും വില്ലും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ സന്യാസിയെ എപ്പോൾ കൊല്ലും? എല്ലാവരും പറഞ്ഞു സന്യാസിയാണ് അങ്ങനെയൊക്കെ ആക്കിപ്പോയതെന്ന്. സന്യാസി അമ്പും വില്ലും എടുത്ത് തൻ്റെ സൈന്യങ്ങളെ തോൽപ്പിച്ചു പോയ ബലരാമനാ സൈന്യാധിപൻ. അപ്പോൾ ബലരാമൻ്റെ കാക്കൽ ശ്രീകൃഷ്ണൻ ചെന്ന് വീണു. ഏട്ടാ അഭിവാദയേ കൃഷ്ണശർമാനാമ. എന്താണോ ഇപ്പോൾ ഒരു നമസ്കാരം? ഞാൻ ആകെ ക്ഷോഭിച്ച് നിൽക്കുക, എനിക്ക് അനുഗ്രഹിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പറയരുത്. ഏട്ടൻ അനുഗ്രഹിക്കണം. ഏട്ടൻ്റെ ക്ഷോഭം വെറുതെയാണ്. കണ്ടിട്ടേ ഇവിടെ സന്യാസി കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ, അത് സന്യാസി കാട്ടിക്കൂട്ടിയതാണോ എന്ന് സുഭദ്രയോട് ചോദിക്കണം. സുഭദ്ര തേര് തെളിച്ച് സന്യാസി സുഭദ്രയെ കട്ടുകൊണ്ട് പോയി എന്നാണ് ഏട്ടനോട് ആൾ പറയണത്. അങ്ങനെയാണോ? സുഭദ്രയാണ് തേര് തെളിക്കണമെങ്കിൽ സുഭദ്ര സന്യാസിയെ തട്ടിക്കൊണ്ട് പോവല്ലേ? അതെന്താ ഏട്ടൻ ആലോചിക്കാത്ത? കൃഷ്ണൻ എന്താ പറയണത്? ഇതൊക്കെ കൃഷ്ണൻ അറിഞ്ഞിട്ടാണോ? അതെ. എന്താ അത് സന്യാസിയൊന്നുമല്ല. നമ്മുടെ അനീതിയെ അങ്ങനെ വല്ല സന്യാസിമാർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? അമ്പും വില്ലുമേറ്റ് കിടക്കുന്ന ആളുകളെ പരിശോധിച്ച് നോക്കൂ. അവരുടെയൊക്കെ അടുത്ത് വീടുള്ള അസ്ത്രം നോക്കിയാൽ അതിലുണ്ട് അർജുനൻ എന്നുള്ള പേര് കുത്തിയിട്ടുണ്ട്. അപ്പോൾ പാശുപതാസ്ത്രം നേടിയ അർജുനൻ്റെ അമ്പുകളാണ് അവിടെയൊക്കെ കിടക്കുന്നത്. ആർക്കും ഒരു പരിക്കില്ല, ഒരു തുള്ളി ചോര വീണിട്ടില്ല. വസ്ത്രാദികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പട്ടാളക്കാരുടെ. ഇത് സുഭദ്ര അർജുനനും കൂടി ചെയ്തതല്ലേ? അവരിത്ര ഇഷ്ടപ്പെട്ട് ഒന്നിച്ചു പോയ സ്ഥിതിക്ക് ഏട്ടൻ സന്യാസിയെ കൊല്ലും. അർജുനനോ? എന്നാൽ ഞാൻ അവനെയും കൊല്ലും എന്ന് പറയണു. ഇപ്പോൾ പാണ്ഡവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് അർജുനനെയും തോൽപ്പിച്ച് ഏട്ടാ അനീതിയുടെ കണ്ണിന്ന് കണ്ണീരൊഴുകില്ലേ? അത് തുടയ്ക്കേണ്ട വരേണ്ടത് ഏട്ടൻ്റെ ചുമതലയാവും. കൃഷ്ണ നീ ഇപ്പം എന്താ വേണ്ടേ എന്ന് എന്നോട് ചോദിക്കരുത്. പാവം ബലരാമനും വാത്സല്യം കൊണ്ട് ഇളകാൻ വയ്യാണ്ടായി. വേഗം പട്ടാളക്കാരെ വിളിച്ചു. 2 കുതിരപ്പടയാളികൾ ചെന്ന് അവിടെ പോകേണ്ട ഒരു സന്യാസി, അവളെ ആ സന്യാസിയുടെ തേര് തെളിച്ചുകൊണ്ട് എൻ്റെ അനീതിയുണ്ട്, നമ്മൾ കൊണ്ടുവരിക, അവരെ അറിയിക്കുക. വെള്ളക്കൊടി വീശിയ കുതിരപ്പട്ടാളക്കാർ ചെന്ന് അർജുനൻ്റെ തേരിൻ്റെ മുമ്പിലെത്തി വെള്ളക്കൊടി വീശി തേര് നിർത്തിച്ചു. പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാൻ കാത്തു നിൽക്കുന്നുണ്ട്. ബലരാമേട്ടൻ ആണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനും അടുത്തുണ്ടോ ചോദിച്ചു അർജുനൻ. ഉവ്വ. പകുതി സമാധാനമായി. അങ്ങനെ അർജുനനും സുഭദ്രയും കൂടി തേര് തെളിച്ച് ദൂരെ നിർത്തി. തേരുന്ന് അർജുനൻ ഇറങ്ങി, സുഭദ്ര ഇറങ്ങി. സുഭദ്ര അർജുനനോട് പറയുന്നുണ്ട്, മുമ്പ് നടക്കൂ. അർജുനൻ പറയും സുഭദ്രയോട്, എനിക്ക് പറ്റില്ല, നീ മുമ്പ് നടക്ക്. ഇങ്ങനെ ആരാ മുമ്പ് നടക്കേണ്ടത് മനസ്സിലാതെ അർജുനനും സുഭദ്രയും മുമ്പാക്കവും പിന്നോക്കമായി. ബലരാമൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇരുമ്പോലൊക്കെയും കൈ പിടിച്ച്, കലപ്പയും ഇരുമ്പോലൊക്കെയും അവിടുത്തെ ആയുധം കിടുകിട വിറക്കാണ്ടിരിക്കുമോ? പക്ഷേ സുഭദ്രയ്ക്ക് അറിയാം ഏട്ടന്. തേര് നിർത്തി. തേരുന്ന് ഓടി വന്ന് ബലരാമേട്ടൻ്റെ കാക്കലങ്ങട് വീണു. അപ്പുറത്ത് ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്ത കൊണ്ട് നിൽക്കുന്നുണ്ടേ. അനീതിയെ പിടിച്ച് എണീപ്പിച്ചു. അർജുനനുണ്ട് കാക്കൽ വീണിട്ട് അയാളെ പിടിച്ച് എണീപ്പിച്ചു. തൻ്റെ താടിയും വേഷവും സന്യാസി വേഷവും കേമായി. കൃഷ്ണ, ഞാൻ ഇവരെ അങ്ങോട്ട് യോജിപ്പിച്ച് വിടുകയാണ്. തൻ്റെ മോതിരങ്ങൾ ഊരി സുഭദ്രയ്ക്കും അർജുനും കൊടുത്തു. അന്യോന്യം മോതിരം കൈമാറാൻ പറഞ്ഞു. പുറത്ത് തട്ടി സുഖമായിട്ടിരിക്കുക ഏട്ടൻ്റെ ഒരനുമോദനവും. ബലരാമൻ അവിടുന്ന് പെട്ടെന്ന് പോയി. ശ്രീകൃഷ്ണൻ്റെ കാക്കൽ സുഭദ്രാർജുനന്മാർ വീണ നമസ്കരിച്ചു. പരീക്ഷിത്ത് ആ കഥ ഇങ്ങനെ കേട്ട് ആനന്ദതുന്തിലായിരിക്കുന്നു. അന്ന്
ശ്രീകൃഷ്ണൻ ഇടപെട്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ ഉണ്ടായ ആ സ്നേഹവാത്സല്യം യൽ കിഞ്ചിൽ പൗരുഷം പുംസാം. നമ്മൾ കുറച്ച് മുമ്പ് കേട്ടില്ലേ സന്താനഗോപാലം കഥയിൽ അർജുനൻ്റെ മനസ്ഥിതി. മേനെ കൃഷ്ണാനുകമ്പിതം, മേനെ കൃഷ്ണാനുകമ്പിതം, മേനെ കൃഷ്ണാനുകമ്പിതം. തനിക്ക് എന്തെങ്കിലും ഒരു ഭദ്രം, ഒരു നന്മ, ഒരു നല്ല നന്മ സുഭദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭദ്രം കർണേഭിശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭി വ്യശേമദേവഹിതം യദായു ശതം ജീവശരദ. ബ്രാഹ്മണർ അരിയും എള്ളും അക്ഷതവും ഒക്കെ എടുത്ത് എറിയാറുണ്ട്. ആ വക ഭദ്രം, വേദമന്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം വളരെ വലുതാണ്. അപ്പം സുഭദ്രയ്ക്കും അർജുനനും അനുഗ്രഹം കൊടുത്ത രാമകൃഷ്ണന്മാരെ ഓർക്കുമ്പോൾ ആ ഭദ്രം, നന്മ തനിക്ക് ഉണ്ടാക്കി തന്നത് തൻ്റെ അച്ഛനും മുത്തച്ഛനുമായ അർജുനനും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയമ്മയുമായി ഇന്ന കൃഷ്ണാർജുനന്മാരുടെ അല്ലെങ്കിൽ സുഭദ്രാർജുനന്മാരുടെ രംഗം ഓർത്ത് പരീക്ഷിത്ത് കണ്ണീര് വാർത്തു സസന്തോഷം. അല്ലാണ്ട് എന്താ പറയുക. പിന്നെ ഭഗവാന്റെ അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ കാത്തിരുന്ന് നേടിയ ഒരു മഹാൻ്റെ കഥയാണ് വേറെ ഒരധ്യായത്തിൽ പറഞ്ഞത്. അതാണത്രേ മിഥിലയിലെ വിദേഹ മഹാരാജാവ് ശ്രുതദേവൻ. ശ്രീകൃഷ്ണൻ്റെ കഥയിൽ നമ്മൾ കേട്ടുല്ലോ, കുചേല ബ്രാഹ്മണൻ കൃഷ്ണസ്യാസീൽ സഖാകശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ആ കുചേലവൃത്തം ഇതും അതെ. കൃഷ്ണസ്യ ആസീൽ സഖാ കശ്ചിൽ ശ്രുതദേവ ബ്രാഹ്മണ ശ്രുതദേവ ഉപസ്ഥിത സ ഉവാസ വിദേഹേഷു. ഭഗവാന്റെ കൂട്ടുകാരനായ ശ്രുതദേവൻ ഇതുപോലെ സുദാമാവിനെ പോലെ ഒരു ബ്രാഹ്മണോത്തമൻ. പോരാ, ബലരാമൻ്റെ കൂട്ടുകാരനായ ഒരു മഹാരാജാവുണ്ട്, വിദേഹ മഹാരാജാവ്. അദ്ദേഹവും ഈ ബ്രാഹ്മണനെ പോലെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്നു. അപ്പം മിഥിലയിലുള്ള രണ്ടാളെയും ഒപ്പം അനുഗ്രഹിക്കാൻ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ഒരു വേഷം കെട്ടി എന്നാണ് പറയണത്. കുഞ്ചുതമ്പിയാർ പറയണില്ലേ, രണ്ടാഴ്ചമഞ്ഞമ്പൊടു വാസുദേവൻ രണ്ടേടവും ചെന്നഥ പൂജ വാങ്ങി. മിഥിലയിലെ മഹാരാജാവിൻ്റെ അടുത്തേക്കും മിഥിലയിലെ സുദാമാവിനെ പോലെ ഭക്തനായി തന്നെ കാത്തിരിക്കുന്ന ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ്റെ അടുത്തേക്കും ഒരേ വഴിയിൽ കൂടെ പോയി വഴി തിരിയേണ്ട ബ്രാഹ്മണൻ്റെ ഗൃഹവും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയും തിരിയണേടത്തായപ്പോൾ അടർത്തിയെടുത്തതുപോലെ രണ്ട് ഭഗവാന്മാർ. ഒരു ഭഗവാൻ അങ്ങടെ ഭഗവാന്റെ ഒപ്പം അനവധി മഹർഷിമാർ, ബ്രാഹ്മണർ എല്ലാവരും ഉണ്ട്, പടയാളികൾ. ഇങ്ങടുമുണ്ട് ഭഗവാന്റെ ഒപ്പം അനവധി ബ്രാഹ്മണന്മാർ, പടയാളികൾ. താൻ മാത്രം രണ്ടായി. ഭഗവാൻ വൃന്ദാവനത്തിലെ കഥയിൽ നമ്മൾ കേട്ടില്ലേ, യാവത് വത്സപവത്സകാൽപകവപുരി യാവൽ കരാഘ്രാധികം യാവത് യഷ്ടി വിഷാണ വേണുദളസി യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിധാകൃതി വയോ യാവത് വിഹാരാധികം സർവം കൃഷ്ണമയം അല്ലെങ്കിൽ വിഷ്ണുമയം. വിഷ്ണു വ്യാപനശീല. എല്ലാം കൃഷ്ണമയമായി, എല്ലാം വിഷ്ണുമയമായി. ഇലകളൊക്കെ ഭഗവാന്മാർ, വടികളൊക്കെ ഭഗവാന്മാർ, ഓടക്കോളിലൊക്കെ ഭഗവാന്മാർ, പീലുകളൊക്കെ ഭഗവാന്മാർ, ഗോപന്മാരൊക്കെ ഭഗവാന്മാർ, പശുക്കളൊക്കെ ഭഗവാന്മാർ, പശുക്കുട്ടികളും ഭഗവാന്മാർ, വണ്ടുകൾ ഭഗവാന്മാർ, പൂക്കൾ ഭഗവാന്മാർ, ഇലകൾ, ഇങ്ങനെ സകലതും യാവൽ യാവൽ യാതൊന്ന് വൃന്ദാവനത്തിനുണ്ടോ അതൊക്കെ കൃഷ്ണമയം. ബ്രഹ്മാവ് അന്തം വിട്ടു. വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കാണ്ട് പറ്റുമോ? കണ്ണുകൊണ്ട് കാണുന്നതാണ്. 8 കണ്ണുണ്ട് ബ്രഹ്മാവിന്. ആ 8 കണ്ണുകൊണ്ടും സർവം കൃഷ്ണമയം, സർവം വ്യാപനശീലനായ വിഷ്ണുമയം. തൻ്റെ അച്ഛനായ ഭഗവാൻ ഇങ്ങനെ ഒരു അത്ഭുതം തനിക്ക് കാണിച്ചു തരുന്ന ബ്രഹ്മാവ് വിചാരിച്ചിട്ടില്ല. അത് കണ്ട അന്തം വിട്ടു, പന്തം വിഴിഞ്ഞ പോലെ എന്നൊക്കെ പറയാറുണ്ട് ആ ഈ ബ്രഹ്മാവ്. ഇവിടെയും അന്നത്തെ ലീല വളരെ ചെറുതായിട്ട് ഭഗവാൻ എടുത്തതുപോലെയാണ് ശ്രുതദേവൻ്റെയും ബഹുളാശ്വൻ്റെയും ഗൃഹത്തിലേക്ക് ഭഗവാൻ ഒപ്പം പോയത്.
ബഹളാക്ഷ മഹാരാജാവ് ഭഗവാനെയും ഒപ്പമുള്ള ആളുകളെയും കേമായിട്ട് പൂജിച്ചു, സൽക്കരിച്ചു. രാജകീയ ആഡംബരങ്ങളോടെ തന്നെ. എന്താ അത്? സ്വർണ്ണപ്പറകൾ വെച്ച് അതിരാവിലെ വളരെ സകല സാധനങ്ങളും നിറച്ച് സ്വർണം പൂക്കൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് ഒക്കെ സ്വർണം സ്വർണം സ്വർണം. സ്വർണ്ണപാത്രങ്ങളിൽ കിണ്ടിയിൽ വെള്ളമെടുത്ത് കാല് കഴിക്കുക, സ്വർണ്ണത്താമ്പാളത്തിലേക്ക് പാദം വെച്ച് ആ തീർത്ഥം തെളിക്കുക, സ്വർണ്ണമാലകൾ അണിയിക്കുക, പട്ടുകൾ അണിയിക്കുക. കേമായി അതിഗംഭീരമായ വിവിധ 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 വസ്തുക്കളോട് കൂടിയുള്ള ഗംഭീര സദ്യ. 64 കൂട്ട ഉപ്പേരി നമ്മൾ പറയാറില്ലേ? ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ എന്താവും ആ സദ്യയുടെ കേമത്വം? അതവിടെ. ഇവിടെയോ ബ്രാഹ്മണ ഗൃഹത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ വിഡിത്താവും. അപ്പോൾ ശ്രീശുഖൻ അത് ക്യാമറയിലേക്ക് കാണിക്കുന്നു. ഫലാരുഹണോ ക്ഷീര ശിവാമൃതാംബുഭി മൃദാസുരഭ്യ തുളസീ കുശംഭുജൈ ആരാധയാമാസ സപര്യയാ വിഭും. മൺപാത്രത്തിൽ വെള്ളമെടുത്ത് ആ മൺകിണ്ടി കൊണ്ട് ഭഗവാന് കാല് കഴിച്ച് മൺപാത്രത്തിലേക്ക് തന്നെ തീർത്തെടുത്ത് എല്ലാവരെയും തെളിച്ച് തുളസിമാല മുതലായതൊക്കെ കൊണ്ട് അർച്ചിച്ച് ഇത്രയുള്ളൂ. അവിടെ ഈ പറഞ്ഞ അക്ഷതം ഒക്കെ ഇട്ട് പിന്നെ കദളിപ്പഴം, ശർക്കര, ശ്രാദ്ധത്തിന് ചിലത് വിളമ്പാറുണ്ട്. അതുപോലെ മിതമായ വസ്തുക്കൾ മാത്രം, മോര്, ഉപ്പ്, അങ്ങനെയല്ലേ? അങ്ങനെ 3-4 കൂട്ടം ചതുർവിധം എന്ന് പറയണല്ലോ, അതിനു വേണ്ടി മാത്രം തയ്യാറാക്കി. അതുകൊണ്ട് അവിടെ എത്ര സദ്യ കൂട്ടാണ് ശരിയ, 6 മുള സദ്യ എന്നൊക്കെ നമ്മൾ പറയണ പോലെയാണ് അവിടെ രാജാവിൻ്റെ അവിടെ. ഇവിടെയോ ബ്രാഹ്മണ ഗൃഹത്തിൽ ലളിതമായിട്ടു. രണ്ടും ഒപ്പം ചെന്ന് ഒപ്പം കഴിച്ചവരാണ് ഭഗവാനും ഭഗവാന്റെ കൂടെയുള്ള ആളുകളും. ശ്രീശുഖം പറയുക, പരീക്ഷിത്തെ അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേയശ്ച വനാദയ. ഞാനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, ഇപ്പം ഭഗവാന്റെ ഒപ്പം പോണവരുടെ കൂട്ടത്തിൽ. എനിക്ക് ഇപ്പോഴും പരീക്ഷിത്തെ പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയ വലിയ സദ്യ ഉണ്ണാൻ ശ്രീകൃഷ്ണൻ്റെ ഒപ്പം പോയ ഞാനോ, ഈ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണൻ്റെ ഒപ്പം സദ്യ ഉണ്ണാൻ പോയ ഞാനോ, ശരിയായ ഞാൻ രണ്ടിക്കലും നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പറയാം. രണ്ടിക്കലും ഭഗവാന്റെ ഒപ്പം ഞാനും 2ആയി ചെന്നു. നോക്കൂ, അപ്പോൾ 1, 2, 3, 4, 5, 6, 10, 20, 30, 100, 1000, 10000, ലക്ഷം എന്നൊക്കെ പറയുന്നതൊക്കെ വെറും എണ്ണം പറയാന്നല്ലാണ്ട് ഒക്കെ വസ്തു ഒന്നാണ്, ഒന്നാണ്, ഒന്നാണ്. ഏകം സത്, ഏകം സത്, ഏകം സത്. വിപ്രാ ബഹുധാ വദന്തി. അറിവുള്ളവർക്ക് എത്ര 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 എത്രയായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പം പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം, 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയാം, ഒരേ ഒരു ഇന്ദ്രിയത്തിൻ്റെ 10 വകഭേദങ്ങളായിട്ട് പറയാം. വെള്ളം, ഭൂമി, വായു, ആകാശം തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടില്ലേ 24 ഗുരുക്കന്മാരുടെ കഥ. ദേ ഏകാദശം തുടങ്ങുമ്പോൾ ഭഗവതുദ്ധോപദേശത്തിൽ പറയണം. ഈ 24 ഒന്നിൻ്റെ പല 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 ഭാവങ്ങളല്ലേ? വെള്ളം, ഭൂമി, വായു, ആകാശം എന്നങ്ങോട്ട് പറഞ്ഞാൽ ഒരേ ചരാചരത്തിൻ്റെ പല 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 രൂപങ്ങളല്ലേ? അപ്പോൾ ഇത് ഏകം സത്, ഏകം സത്, ഏകം സത്. സത്തായിട്ട് ഒന്നേ ഉള്ളൂ. അതിൻ്റെ പല രൂപത്തിലും പല നാമങ്ങളിലും പറയുന്നതാണൊക്കെ എന്ന് ഓർമ്മിപ്പിക്കാൻ ഭഗവാൻ കളിച്ച ഒരു കളി മാത്രമാണിത്. പരീക്ഷിത്തെ എന്തായാലും ആളുകൾ വാഴ്ത്തി. ഭഗവാൻ മിഥിലാ രാജാവിനും ബ്രാഹ്മണർക്കും ഈ ബ്രാഹ്മണൻ ശ്രുതദേവൻ എന്ന ആൾക്കും ഒരേപോലെ ഉപദേശങ്ങൾ നൽകിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ കൃഷ്ണാർജുന വിവാഹം ശ്രുതദേവ മിഥിലാരാജ വന്ദനം അല്ലെങ്കിൽ അവരെ അനുഗ്രഹിച്ചത് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിഗംഭീരമായ ആദ്യം പറഞ്ഞില്ലേ ശ്രുതഗീത. ഒരേ ഒരു വസ്തുവിനെ പലതായിട്ട് പറയുന്ന രീതി. ജയ ജയ ജഹ്യജാമജിതദോഷഗൃഭീത ഗുണം തമസി യദാത്മന എന്ന് പറഞ്ഞുള്ള അതിഗംഭീര സ്തുതി, അത് അതിമനോഹരമായ രീതിയിൽ ഭാഗവതം അവതരിപ്പിച്ചത് ഇവിടെ ശ്രീശുഖനും അവതരിപ്പിച്ചു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരേ ഒരു വസ്തുവിൻ്റെ പല പല ഭാവങ്ങളെ പല രീതിയിലും പുകഴ്ത്താം എന്ന് ശ്രുതിഗീത വേദത്തിൻ്റെ സ്തുതിക്കുന്ന ആ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. നമുക്കാർക്കും മനസ്സിലാവില്ല എന്ന് പറയാറില്ലേ? അപ്പോൾ എന്തുകൊണ്ട് മനസ്സിലാവണില്ല? അതിലെ പദങ്ങളൊക്കെ അതുപോലെയാണ്. അതുപോലെ ഇവിടെ ഒരു വൃത്തമുണ്ട്. ആ വൃത്തം അതെ മറ്റൊരു ദിക്കിലും പറയാത്ത രീതിയിലുള്ള പ്രത്യേക വൃത്തത്തിലാണ് ഇവിടെ
നത്രുടകം എന്നൊക്കെയാണ് പേര് പറയണത്. അങ്ങനെ ഒരു വൃത്തത്തിലാണ് ഇവിടുത്തെ ആ ശ്രുതിഗീത പാടിപ്പുകഴ്ത്തിയിരിക്കുന്നത്. പിന്നെ പരീക്ഷിത്തൊരു ചോദ്യം ചോദിച്ചു. ദേവാസുര മനുഷ്യന്മാരുടെ ഇടയിലൊക്കെ ഭഗവാൻ വന്നിട്ട് പലതരം ലീലകളാടുന്നു. ചില ലീലകളാൽ ഭഗവാൻ തന്നെ ചിലപ്പോൾ മോശമായിട്ട് കാണിക്കും. എന്തിനാ അങ്ങനെയൊക്കെ? അതങ്ങനെ ചിരിച്ചു ശ്രീശുകൻ. ഭഗവാന്റെ ലീലകൾ നമുക്ക് മനസ്സിലാക്കാതെ പോവുകയാണ്. എന്തായാലും അങ്ങ് ചോദിച്ചു നന്നായി. ഞാൻ അതിനൊരു ഉദാഹരണ കഥ പറയാം. പണ്ട് വൃകാസുരൻ എന്നൊരാൾ എനിക്കും ഈശ്വരനെ സേവിക്കണം. അപ്പോൾ ഈശ്വരനെ സേവിക്കാൻ ആരാ എനിക്ക് പറഞ്ഞു തരിക എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ പലരും പറഞ്ഞു ഈശ്വരനെ സേവിക്കാൻ പറഞ്ഞു കൊടുക്കണ ഒരാളുണ്ട് ഇവിടെ, നാരദൻ ആ പേര് തനിക്കിഷ്ടമാവും. ആ ഏഷണിക്കാരൻ നാരദൻ. അതാണ് നമുക്കുള്ള കുഴപ്പം. നാരദൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളതാ പറയുക. അപ്പോൾ ഇയാളും ചോദിച്ചു അത്. അദ്ദേഹം ഏഷണിക്കാരനൊന്നുമല്ല, വെറുതെ പറയണത് ആളുകൾ. ഈശ്വരനെ സേവിക്കാൻ പറഞ്ഞു കൊടുക്കണ ആൾ എന്ന് അങ്ങ് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞതാ. ശരി, നാരദനെ കണ്ടുപിടി. ഈ വീണയൊക്കെ ആയിട്ട് അതെ, വീണയായിട്ട് നടക്കുന്ന നാരദനെ കണ്ടു. അടിമുടി നോക്കി വൃകാസുരൻ പറയാ, അങ്ങല്ലേ നാരദൻ, വീണാന്ന പാണി നാരദൻ, അതെ, ബ്രഹ്മപുത്രൻ നാരദൻ, അതെ. ഞാനിതൊക്കെ മനസ്സിലാക്കിയത് താൻ എല്ലാവർക്കും ഇങ്ങനെ ഈശ്വര സേവയ്ക്ക് കാര്യം പറഞ്ഞു കൊടുക്കും. ഏതായാലും മോഡേൺ ലോകത്ത് എനിക്കും ഒരു ഈശ്വരനെ സേവിച്ചാൽ കൊള്ളാമെന്ന് വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും എല്ലാവരും ഈശ്വരനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു, ആ അമ്പലത്തിൽ പോകണു ഈ അമ്പലത്തിൽ പോകണു. എന്തൊരു കഥയത്! ഞാൻ മാത്രം അതില്ല എന്ന് വന്നാൽ മതിയാ. എനിക്ക് വേണം മോഡേൺ ലോകത്ത് എനിക്ക് ഒരു ഈശ്വരനെ സേവിക്കണം, പറഞ്ഞു തരൂ. അങ്ങാണ് പറഞ്ഞു തരുന്ന ആളെന്ന് ആൾ പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കണതാ. നാരദ വിചാരിച്ചു ഉത്തരയപ്പെട്ട ഒരുപാട് പറയണില്ലേ. സചതിദേശഗിരീശമുപാസിതും നതു ഭവന്തം അബന്ധുമസാധുഷു. സ്വാഭാവികമായിട്ട് നാരദൻ ശ്രീകൃഷ്ണനെ സേവിച്ചോളൂ, ശ്രീനാരായണനെ സേവിച്ചോളൂ, ശ്രീവാസുദേവനെ സേവിച്ചോളൂ, ഭഗവാനെ ശ്രീഹരിയെ സേവിച്ചോളൂ എന്നല്ലേ പറയേണ്ടത്? പട്ടേരിപ്പാടനോട് ഗുരുവായൂരപ്പൻ ചോദിച്ചു, എന്താ പട്ടേരി നാരദനെ എന്നെ സേവിക്കാൻ പറയാണ്ട് ശിവനെ സേവിച്ചോളാൻ പറഞ്ഞത്? മധുഭവന്തം അബന്ധുമസാധുഷു. അവിടുത്തേക്ക് ഈ ദുഷ്ടനായ വൃകാസുരൻ്റെ ഉദ്ദേശം നല്ലോണം അറിയാം. അയാൾക്ക് ഈശ്വരനെ സേവിക്കണമെന്ന് ഒരു മോഹമില്ല. എന്നാലും എല്ലാവരും കാണുമ്പോൾ ഞാനും കാണിച്ചേക്കാമെന്ന് പറഞ്ഞ് പുറപ്പെടുകയാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത്. എന്നിട്ടോ കാര്യം പറയൂ, കഥ പറയണു. അയാൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടി വന്നിരുന്ന തീ കൂട്ടി വാള് കൊണ്ട് ശരീരം മുറിച്ച് തീയിലേക്ക് ഒരു കൂസലും കൂടാതെ മാംസം ഇങ്ങനെ ഹോമിക്കുക. ശിവായ സ്വാഹ. അവസാനം എന്തായി? മേലിൽ നിന്ന് ഇനിയിപ്പോൾ മാംസം എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ തീയിലേക്ക് കഴുത്ത് കാണിച്ച് കഴുത്ത് മുറിച്ച് തീയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ഇത്ര അയാൾ. അപ്പോൾ മഹാദേവിന് ഇരിക്കപ്പുറത്തിയില്ലാണ്ടായി. ഇങ്ങനെയുണ്ട് ഒരു ക്രൂര സേവ. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് കൈ പിടിച്ചു. മതിയല്ലോ, നിർത്തുക, തനിക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചോളൂ. അപ്പോൾ ആളെ ഓഹോ താൻ പ്രത്യക്ഷപ്പെട്ടു അല്ലേ? ഈ ഒപ്പം നിൽക്കണത് ശിവൻ്റെ ഒപ്പം പാർവതി ദേവി വന്നിട്ടുണ്ട്. ഉണ്ണി വേഗം വരം മേടിച്ചോളൂ അവിടുത്തെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇയാൾ ശിവനോട് ചോദിക്കുക, ഈ ഒപ്പം നിൽക്കണത് അതെൻ്റെ ഭാര്യ പാർവതി, എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. മഹാദേവനോട് പറയാൻ നാണല്ലാണ്ട് പാർവതി ഉടനെ അവിടെ അപ്രത്യക്ഷയായി. ഈ വൃത്തികെട്ടവൻ്റെ നോട്ടവും വാക്കും കേൾക്കാനാണ് അവിടെ വന്നത്. അനുഗ്രഹിക്കണമെങ്കിൽ ഒപ്പം അനുഗ്രഹിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജഗതപിതരവും വന്ദേ പാർവതീ പരമേശ്വരവും പറയണില്ലേ കാളിദാസൻ, അതുപോലെ വന്നത്. അപ്പോൾ അമ്മയും അച്ഛനെയും ഇങ്ങനെ വെട്ടല ചൊവ്വ വൃത്തികെട്ട നോട്ടമായിട്ടാണ് ഇവൻ നോക്കണതെങ്കിൽ എന്തിനു കൊള്ളാം? പാർവതി അപ്രത്യക്ഷയായി. ശിവൻ പറഞ്ഞു, വേഗം വരം മേടിക്കും ഉണ്ണി. വരം ഞാനത് മറന്നു. ഇപ്പം ആ പെണ്ണ് പോയപ്പോൾ ഞാനത് മറന്നു. വരല്ലേ ചോദിച്ചത്? വരം എന്തപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ തലയിൽ കൈ വെച്ചാൽ അവൻ അപ്പം ചാവണം, അങ്ങനെ ഒരു വരം. തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചാൽ അവൻ നന്നാവണം എന്നല്ല. താനെ കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്ക് വരം തരിക. ശരി, അത് തന്നു. മഹാദേവൻ പറഞ്ഞു, എന്നാൽ ഞാൻ തനിക്ക് പോവാം, ഇത് ഫലിക്കുമോ ചോദിച്ചപ്പോഴേക്ക് മഹാദേവൻ പ്രത്യേക അപ്രത്യക്ഷനായി. എനിക്ക് തന്നെ കാണാൻ ആവശ്യമുണ്ട്, വരം ഫലിക്കുമെന്ന് പറയണം. വരം ഫലിക്കും. മഹാദേവൻ തിരിച്ചു വന്നു. എന്നാൽ തൻ്റെ തല കാണിക്കുക, ഞാനൊന്ന് വെച്ച് നോക്കട്ടെ.
മഹാദേവൻ പറഞ്ഞു, എൻ്റെ താൻ തലയിൽ എൻ്റെ തലയിൽ കൈ വെച്ചാൽ ഞാൻ ചാവില്ലേ, അതിനെന്താ എനിക്ക് വരം തന്നില്ലേ? അപ്പം മഹാദേവൻ പിന്നാക്കോടി, ഇവനെ വിട്ടാൽ പറ്റില്ല, ഇയാൾ പിന്നാലെ നിൽക്കണോ എന്ന് പറഞ്ഞ മഹാദേവൻ്റെ പിന്നാലെ വൃകാസുരൻ, നമ്മൾ ഭസ്മാസുരൻ എന്നാണ് പറയാറ്. എന്തായാലും വൃകാസുരൻ ഓട്ടി, ഇയാൾ മഹാദേവൻ ഓടുമ്പോൾ പിന്നാലെ മഹാദേവൻ വേഗം ഗുരുവായൂരപ്പനെ വിവരം അറിയിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പുള്ളിയെ കൊണ്ടുവരുന്നുണ്ട്, ഇവിടുന്ന് ഒന്ന് കാത്തു നിൽക്കണം. അപ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മുടെ ഗുരുവായൂർ മഞ്ഞളാലിൻ്റെ അവിടേക്ക് ഗുരുവായൂരപ്പൻ ശ്രീലാകത്തു നിന്ന് നേരത്തെ കുട്ടി വന്നു, ഇവിടം വിട്ട് അപ്പുറത്തേക്ക് പ്രവേശിക്കരുത് എന്നൊരു ബോർഡൊക്കെ നമ്മൾ കാണാറില്ലേ അമ്പലത്തിൽ, ഇത് ആ ബോർഡിൻ്റെ അപ്പുറത്ത് ഭഗവാൻ വന്നു. അപ്പോൾ ഭഗവാൻ വന്നപ്പോൾ എന്തായി, അവിടെ ഒരു വെള്ളം കൊടുക്കുന്ന സ്ഥലം എന്ന് പറയും, തണ്ണീർ പന്തൽ എന്നാണ് പഴയ പേര്. അവിടെ സംഭാരം, വെള്ളം, പാത്രങ്ങൾ ഒക്കെ ഉണ്ട്. ഇയാൾ വന്നപ്പോൾ ഏയ് എന്താ ഓടുന്നത്, ഈ വെള്ളം കുടിക്കൂ, താൻ ഓടിക്കെത്തിച്ചിട്ടുണ്ട്, എന്ത് പറ്റി? അപ്പോഴാണ് ഉണ്ണിയെ കാണുന്നത്, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ, വാമനമൂർത്തിയുടെ വേഷമാണ് ഗുരുവായൂരപ്പന്. ഞാൻ ഇതിലിപ്പോൾ ഒരാൾ പോയോ, മേത്തൊക്കെ ഭസ്മവും മാലയും ഒക്കെ ആയിട്ട് ഒരാൾ. ഞാൻ പറഞ്ഞു, ഉണ്ണി പറഞ്ഞു, ഞാൻ കണ്ടില്ല, വെള്ളം കുടിക്കൂ. വെള്ളമൊന്നും വേണ്ട, എനിക്ക് അയാളെ പിടിക്കണം. എന്താ കാര്യം പറയൂ. ഞാൻ അയാളെ സേവിച്ചു വരം വാങ്ങി, തല കൈവച്ചാൽ ചാവണമെന്നാണ് വരം. അത് ഞാൻ അവൻ്റെ തലയിൽ വെക്കാൻ ഭാവിച്ചപ്പോൾ അവനുണ്ട് ഓടുന്നു. അതിങ്ങനെ എനിക്ക് തെളിവ് വേണ്ടേ, തല കൈവച്ചാൽ ചാവുന്നു. ഭഗവാൻ ഉറക്കം ചിരിയോട് ചെറിയ, എന്താ ഉണ്ണി ചിരിക്കണേ? അല്ല, തല കൈവച്ചാൽ ചാവുമല്ലോ എന്ന് സംശയം അല്ലേ, അയാൾ വരം തന്നു, ഭരിക്കുമല്ലോ എന്ന് സംശയം അല്ലേ. ഒന്നാമത് അയാളെ ആരും സേവിക്കാറില്ല, തനിക്ക് നാരദൻ പറഞ്ഞ് പറ്റിച്ചതാവും. അതേ നാരദൻ പറഞ്ഞിട്ടാണ് ആ നാരദൻ ശിവനെ സേവിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലല്ലോ സ്വതേ, മഹാവിഷ്ണുവിനെ സേവിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ നാരദൻ. അയാൾ തന്നോട് ശിവനെ സേവിച്ചാൽ പറഞ്ഞു തന്നെ പറ്റിക്കാനാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ നിൽക്കൂ, വെള്ളം കുടിക്കൂ, എന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് അകത്ത് പോയിട്ട് അയാളെ പിടിക്കാം. അങ്ങോട്ട് പോയെങ്കിൽ പിടിച്ചു തരാൻ ഞാൻ, കിട്ടും നമുക്ക് ഉറപ്പ്. അല്ല, എനിക്ക് പോകണം, നോക്കണം. തനിക്കിപ്പോൾ എന്താ പരിശോധിക്കല്ലേ വേണ്ടു? അതെ, പരിശോധിക്കാൻ ഓടേണ്ടതല്ല എന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? തൻ്റെ കയ്യിലുണ്ട് കയ്യ്, തൻ്റെ കൈ ദിവസം തന്നെ തലയുണ്ട്, കയ്യും തലയും അടുത്തടുത്ത് ഇത്രയുള്ളപ്പോൾ ഓടണ തലയുടെ പിന്നാലെ താനിക്കെല്ലാം ഓടി വിഷമിക്കണെന്തിനാ? അയ്യോ ഉണ്ണി പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറയലും തല കൈവയ്ക്കലും ഒന്നിച്ച് കത്തിക്കാളി കർപ്പൂരം കത്തി കഴിയണ പോലെ ഒരു പിടി ചാരായിട്ട് അയാൾ മാറിയും കഴിഞ്ഞു. ഇപ്പം എന്താണ്ടായത്? ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തി ശിവനെ സേവിച്ച ഭക്തനാണെന്ന് അഭിനയിച്ചു. എന്നിട്ടും നശിക്കാനിടയായെങ്കിൽ എന്താ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവതൻ ചോദിക്കണു, നമുക്ക് ഈ ദ്വൈതഭാവങ്ങൾ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ വളരെ മനസ്സിരുത്തണം, ഗുരുവായൂരപ്പനെ തന്നെ സേവിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാകത്തിന് ഒരു കഥയും കൂടി ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. അതാണ് ഭൃഗുപരീക്ഷ. ചിലരുടെ ഉള്ളിലിപ്പോഴും മോഹമുണ്ട്, ശിവനെ സേവിക്കണോ, വിഷ്ണുവിനെ സേവിക്കണോ, ബ്രഹ്മാവിനെ സേവിക്കണോ. ഭൃഗുമഹർഷി പരിശോധിക്കാൻ ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് കസാലയിട്ട് അവിടെ ഇരുന്നപ്പോൾ ബ്രഹ്മാവ് ചുണ്ടിയെടുത്തു. താൻ താടോ അച്ഛനെ മാനിക്കാണ്ട്, അച്ഛന് ചുണ്ടിയുണ്ടോ നോക്കാൻ വന്നതാ, ഞാൻ പിന്നെ വരാം. അവിടുന്ന് ഓടി. പോയോ? വേഗം മഹാദേവൻ്റെ അടുത്ത് ചെന്നു. മഹാദേവൻ ഉണ്ണി വരൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ, മേത്തൊക്കെ ചാരവും ഒക്കെ ആയിട്ട് എന്നെ തുടരുത്. മഹാദേവന് ദേഷ്യം വന്നു. ശൂലെടുത്ത് കുത്താൻ ഭാവിച്ച പാർവതി പറഞ്ഞു, അയ്യോ നിൽക്കൂ, സരസ്വതി വിളിച്ചു പറഞ്ഞു പരിശോധിക്കാൻ വരേണ്ട ഒരാളെന്ന്. അപ്പോഴേക്ക് ചുണ്ടിയെടുത്താലോ, ചുണ്ടിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നതാ. നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തോ നേരത്തെ പറഞ്ഞ ചുണ്ടിയെടുത്തു. അപ്പോൾ ഭൃഗു അവിടുന്ന് പോയി. ഭൃഗു നോക്കാൻ നിൽക്കണില്ല. ബ്രഹ്മാവിൻ്റെ അവിടെയും ശിവൻ്റെ അവിടെയും കഴിഞ്ഞില്ലേ. ഗുരുവായൂരപ്പൻ മഹാലക്ഷ്മിയുടെ മടിയിലേക്ക് കാലും വെച്ച് കിടക്കുക, ഉറക്കം നടിച്ച്. ഭൃഗുമഹർഷി ചെന്ന മാറത്തൊരു ചവിട്ടങ്ങോട്ട് കൊടുത്തു. ഉത്തരേ ഭഗവാൻ ചാടി എണീറ്റ് ഭൃഗുവിൻ്റെ പാദം തലോടി. എൻ്റെ ഹിരണ്യാക്ഷൻ മറ്റൊക്കെ അടിക്കാറുള്ള മാറത്ത് ചവിട്ടിട്ട് ഇവിടത്തേക്ക് വേദനയായോ? ഭൃഗു കണ്ണീരുമായിട്ട് അവിടുന്ന് അങ്ങോട്ട് ഓടി മഹർഷിമാരെ അടുത്ത് ചെന്ന് കണ്ണീര് തുളച്ചുകൊണ്ട് തനിക്ക് ഈ മൂന്നിടത്തുനിന്നും ഉണ്ടായ അനുഭവം പറഞ്ഞു. അതുകൊണ്ട് എന്തായി? അവർക്ക് തീർച്ചയായി സേവിക്കുകയാണെങ്കിൽ ക്ഷമാശീലനായ ഭഗവാനെ ഗുരുവായൂരപ്പനെ സേവിക്കണം. മാറത്ത് ചവിട്ടിയിട്ടും അവിടുത്തെ പാദം വേദനയായോ എന്നല്ലേ ഭഗവാൻ ചോദിച്ചുള്ളൂ. അതാണ് പ്രേമത്തിൻ്റെ ലക്ഷണം. അപ്പോൾ പ്രേമസ്വരൂപനായ ഭഗവാനോട് ഗോപസ്ത്രീകളും തന്നെ ചോദിക്കണില്ലേ, യത്തേ സുജാതചരണംബുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയ ദധീമഹി കർക്കശേഷു
തേനാടവീമടസി. അപ്പോൾ അവർ ഭഗവാന്റെ പാദം ഞങ്ങളുടെ മാറത്ത് വെച്ചിട്ട് പാദത്തിന് വല്ല വേദനയാവോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന ഗോപസ്ത്രീകളുടെ പ്രേമം, അത് പരിചയമുള്ള ഭഗവാനെ തന്നെ നമ്മൾ സേവിച്ചു നോക്കൂ എന്ന് ഭാഗവതം നമ്മളോട് പറയണു. ഇവിടെ മടിയൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ ഭാഗവത സേവയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ പ്രേമഭാവം, നിർവികൽപ്പമായ പ്രേമഭാവം, ഗോപികളുടെ പ്രേമഭാവം, അത് തന്നെ ഭഗവാൻ ഭൃഗുമഹർഷിയുടെ കഥയിലും ചൂണ്ടിക്കാണിച്ചു തന്നു. ഭഗവാനുള്ള പ്രേമം എല്ലാ നിലയ്ക്കും ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത കഥകൾ ഏകാദശത്തിൻ്റെ ഉപദേശ കഥകളായിട്ട് മാറുകയാണ് ഇനി. അത് നാളെ നമുക്ക് കേൾക്കാം. അത് ഇതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ അനുസ്മരിച്ച സന്താനഗോപാലൻ കഥയോടെ ഭാഗവതത്തിലെ നിരോധം എന്ന ദശമസ്കന്ധ കഥകളൊക്കെ പൂർണ്ണമായി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.